കോഴിക്കോട് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. നല്ലളം സ്വദേശി വിപിനാണ് പിടിയിലായത്. ഒന്നാം പ്രതി നജീബിന്റെ സുഹൃത്താണ് വിപിൻ. നടുവട്ട സ്വദേശി ആദിൽ റോഷനാണ് വെള്ളിയാഴ്ച രാത്രി കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, പറയാം. അരുണ്യ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കോഴിക്കോട് മാവൂർ റോഡിന് സമീപത്ത് വെച്ച് യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയും അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം, അത് വാക്കുതർക്കം കയ്യാങ്കളിയിലും അത് പിന്നീട് ഒരു കൊലപാതകത്തിലും കലാശിക്കുകയുമായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള നല്ലളം സ്വദേശി വിപിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഒന്നാം പ്രതി നജീബിന്റെ സുഹൃത്തു കൂടിയാണ് വിപിൻ. ഈ നജീബും കൊല്ലപ്പെട്ട ആദിൽ റോഷനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കം അവിടെ മാവൂർ റോഡിൽ ഒരു ബാറിൽ വെച്ച് ഈ യുവാക്കളെല്ലാം കണ്ടുമുട്ടുകയും അവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാവുകയും അത് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. അന്ന് കൊലപാതകം നടന്ന അന്ന് തന്നെ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും, അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള വിപിൻ, നജീബ്, ഒന്നാം പ്രതിയായിട്ടുള്ള നജീബിന്റെ ഭാര്യ എന്നിവരാണ് ഒന്നും മൂന്നും പ്രതികൾ. രണ്ടാം പ്രതിയായിട്ടുള്ള വിപിനാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട 3 പ്രതികളെയും നിലവിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രദേശത്തുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട 3 പ്രതികളും ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അരുണ്യ, ശരി, ബെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.